നമ്മുടെ അമ്മ മൂത്ത കുട്ടീനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ എന്നെ എന്താ കളഞ്ഞു കിട്ടിയതാണോ, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ. അപ്പൊ അതുപോലെ എനിക്ക് അവള് വയ്യാത്തയാന്ന് എനിക്ക് അറിയാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ ചോദിക്കും എന്നെ എന്താ അപ്പൊ ദത്തെടുത്തേടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഇതില്ലായിരുന്നു. ആ ടൈമൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെയാണ് എന്റെ ആണെന്ന് മനസ്സിലായ ആ ഒരു ബോധം ഉണ്ടല്ലോ, അവൾ അങ്ങനെ ആയത് അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അത് റിയലൈസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവളുടെ ഒരു സെക്കൻഡ് അമ്മ ഞാൻ തന്നെയാണ്. അത് ഇപ്പം കുറേ പേര് എനിക്ക് പറഞ്ഞു മീഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ അമ്മ ഇല്ലെങ്കിൽ അവൾ ടേക്ക് കെയർ ചെയ്യുന്ന ഞാനാ. അതിനു മുമ്പ് അച്ഛനുണ്ടാ, എൻ്റെ ഫാദർ പാസ്ഡ് ആയി. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തും അച്ഛനാ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും അമ്മയും പുറത്തോട്ട് പോകുമ്പോൾ അച്ഛനാ നോക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. അവളില്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഞാൻ അനുവേട്ടൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് അനുവേട്ടനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും. കാരണം നമ്മുടെ പേരൻസിന്റെ ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവളെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് എനിക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഈ റിലേഷൻഷിപ്പ്. അതാ ഞാൻ പറഞ്ഞ കുറേ സ്ട്രഗിൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ അവള് നമ്മുടെ ആദ്യത്തെ കുഞ്ഞാന്ന് പറഞ്ഞു.